നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ തീരുമാനമെടുത്തു കഴിഞ്ഞു. മാർക്കസ് റാഷ്ഫോർഡിനെ അവർക്ക് നിലനിർത്തണം. പെർമനൻ്റ് ഡീൽ അദ്ദേഹവുമായിട്ട് ഒപ്പിടാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ പാരൻ്റ് ക്ലബ്ബ്. ഇപ്പോൾ ലോണിലാണ് ബാഴ്സലോണയിലുള്ളത്. അതുകൊണ്ട് തന്നെ 30 മില്യൺ യൂറോ ഫീസ് മുഴുവൻ കൊടുക്കണം. ഒരു ഡിസ്കൗണ്ടും കൊടുക്കില്ല. അതായത് ഫുൾ എമൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് താരത്തെ പൂർണ്ണമായിട്ടും ബാഴ്സയ്ക്ക് നൽകുകയുള്ളൂ എന്ന നിലപാടിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. കാര്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസം ഫബ്രീസിയോ റൊമാനോ ആയതുകൊണ്ട് നമ്മൾ സ്ഥിരീകരിച്ച് ഫബ്രീസിയോ എന്ന ടൈറ്റിൽ കൊടുത്തു എന്നേ ഉള്ളൂ. എന്തായാലും ഫബ്രീസിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫബ്രീസിയോ പറയുന്നത് ബാഴ്സലോണക്ക് നല്ല ഒപ്റ്റിമിസത്തിലാണ്, അവർ നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ് മാർക്കസ് റാഷ്ഫോർഡിൻ്റെ പെർമനൻ്റ് ഡീൽ ഈ സമ്മറിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എഗ്രിമെൻ്റ് ഓൾമോസ്റ്റ് ഡൺ ആണ് ഓൺ പ്ലെയർ സൈഡ്. അതായത് പ്ലെയറുമായിട്ട് ഉള്ള പേഴ്സണൽ ടേംസ് എല്ലാം എഗ്രി ചെയ്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 30 മില്യൺ യൂറോ ഫീസ് ടു ബി പെയ്ഡ് ഇൻ ഫുൾ എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടെങ്കിൽ. വിശദമായിട്ട് മുണ്ടോ ഡിപ്പോർട്ടിവോ നേരത്തെ തന്നെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബാഴ്സലോണ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ പർച്ചേസ് ക്ലോസ് ആയിട്ടുള്ള 30 മില്യൺ യൂറോ ട്രിഗർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പർച്ചേസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫീസ് 3 ഇൻസ്റ്റാൾമെൻ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ബാഴ്സലോണയുടെ ഒരു പ്ലാൻ. പക്ഷേ ഒറ്റയടിക്ക് കിട്ടണം എന്നുള്ളതാണ് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ആഗ്രഹിക്കുന്നത്. 3 ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ 10 മില്യൺ യൂറോ ഓവർ ദി നെക്സ്റ്റ് ഇയേഴ്സ്. വരുന്ന വർഷങ്ങളിൽ 10 മില്യൺ യൂറോ വീതം കൊടുത്ത് ഫീസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ബാഴ്സയുടെ ഒരു പ്ലാന്. അതോടൊപ്പം തന്നെ ക്ലബ്ബ് ഓൾറെഡി താരവുമായിട്ട് എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. സാലറിയുടെ കാര്യത്തിൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഓൺലി FFP ഈസ് ഹോൾഡിങ് അപ്പ് ദി ഡീൽ ഫോർ നൗ. അപ്പം ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ അത് ഉള്ളൊരു തടസ്സമാണുള്ളത്. അത് സമ്മർ അവസാനമാകുമ്പോഴേക്കും ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അവർക്ക് ഈ ഡീല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് FC ബാഴ്സലോണ ഉള്ളത് എന്ന് കാറ്റലൻ മാധ്യമമായിട്ടുള്ള മുണ്ടോ ഡിപ്പോർട്ടിവോ വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും റാഷ്ഫോർഡ് ലോണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് FC ബാഴ്സലോണയിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസരങ്ങളിൽ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ഹൻസി ഫ്ലിക്കും FC ബാഴ്സലോണയുടെ അധികൃതരുമൊക്കെ വളരെ ഹാപ്പിയാണ്. അദ്ദേഹത്തെ നിലനിർത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.